ഇനി ഏത് കക്ഷിയാണെങ്കിലും അത് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു പ്രസ് ഫോർ ദ ഇൻ്ററിം ഓർഡർ, ഇടക്കാല ഉത്തരവിന്. കാരണം സർക്കാരും കൂടെ സഹായിച്ചാൽ പിന്നെ അതിൽ പിന്നെ കോടതിക്ക് ഇല്ലല്ലോ. അപ്പോൾ ശരിയെങ്കിലേ അപ്പം നമുക്ക് വീട്ടിൽ ഇരുന്ന ഹൈക്കോടതിയിലെ പ്രൊസീഡിങ്സ് കാണാം. അപ്പോൾ ഞാൻ ഇതുമായിട്ട് എനിക്ക് അതിനായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മറ്റു കേസുകളൊക്കെ ഞാൻ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അന്നാണ് ഈ ഇൻ്ററിം, അപ്പോൾ രണ്ടാമത്തെ ദിവസം ഇൻ്ററിം ഓർഡർ ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞു ഞങ്ങളിത് നോക്കട്ടെ, ഇതിൽ നിയമവിരുദ്ധമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇടപെടാമെന്ന് ചീഫ് പറയുകയും ചെയ്തു 8-ാം തീയതി. അതിനുശേഷം 15-ാം തീയതിയാണ് ഈ ഓർഡർ വരുന്നത്. അതിൽ സുപ്രീം കോടതിയിലെ പഴയ ഈ വഖഫ് നിയമത്തിനെതിരെ ഫയൽ ചെയ്ത കേസിൻ്റെ ഒരു റെഫറൻസ് ഉണ്ട്. അത് ഒരു ഹർജിക്കാരും പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ എഴുതിയത് 276/2005 ആ കേസിൻ്റെ നമ്പറാണ്. ആ ഇൻ്ററിം ഓർഡറിൽ ആ നമ്പറുണ്ട്. എവിടെ നിന്ന് കിട്ടി? എൻ്റെ പെറ്റീഷൻ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ. ഇപ്പോൾ നിങ്ങളെല്ലാം പറയുന്നില്ലേ ജോയിൻറ്റ് സെക്രട്ടറി അപ്പോയിൻറ്റ് ചെയ്തു. എന്താ ഈ ജോയിൻറ്റ് സെക്രട്ടറിയുടെ പ്രത്യേകത? കാരണം ഞാൻ അതൊരു സംശയമായിട്ട് തുടക്കം തൊട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരാളില്ലല്ലോ എക്സ് ഒഫീഷ്യോ ആയിട്ട് എങ്ങനെ ഈ ജോയിൻറ്റ് സെക്രട്ടറി ഏൽപ്പിച്ചു? അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ട് പ്രകാരം ജോയിൻറ്റ് സെക്രട്ടറി ടു ഗവൺമെൻറ് ഡീലിംഗ് വിത്ത് വഖഫ് മാറ്റേഴ്സ് ആയിരിക്കണം എക്സ് ഒഫീഷ്യോ എന്നാണ് ആക്ടിൽ പറയുന്നത്. ഇവിടെ നിയമിച്ചത് അഡീഷണൽ സെക്രട്ടറി ഫ്രം ദ ലോ ഡിപ്പാർട്ട്മെൻറ്റ് ഹു ഹാസ് നത്തിങ് ടു ഡു വിത്ത് വഖഫ് മാറ്റേഴ്സ്. വഖഫിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പല്ലല്ലോ. അല്ല, അതായിരുന്നു എൻ്റെ ഒരു ആരോപണം. അതുകൊണ്ടാണ് ഹൈക്കോടതി ഈ ജോയിൻറ്റ് സെക്രട്ടറി അപ്പോയിൻറ്റ് ചെയ്തത്. കോടതി ഇടപെട്ട് അപ്പോയിൻറ്റ് ചെയ്യിക്കുകയായിരുന്നു. ഈ ഇൻ്റർവ്യൂ ഓർഡറിൽ പറയല്ലേ. അപ്പോൾ എൻ്റെ പെറ്റീഷനാണ് ഇത് ഇല്ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നും അതിനെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട ഏക വ്യക്തി ഞാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിയമവകുപ്പിൽ നിന്നൊരു സെക്രട്ടറിയെ കൊണ്ടുവന്ന് വെച്ചത് വാസ്തവത്തിൽ ഞാൻ അതും ഒബ്സർവ് നിയമവിരുദ്ധമായ കാര്യമാണ്. അത് ആ ഒറ്റ കാരണം പറഞ്ഞു തന്നെ വഖഫ് ബോർഡിനെ അവരെ തന്നെ അപ്പോയിന്റ് ചെയ്ത് ഇപ്പം അവരാണ് പറഞ്ഞത് എൻ്റെ ആവശ്യപ്രകാരം. അതായത് ഏകദേശം 20% എൻ്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇൻ്റർവ്യൂ ഓർഡർ എന്ന് പറയുന്നത് പ്യൂർലി എൻ്റെ മാത്രം പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് 4ാമത്തെ പരാതിക്കാരൻ്റെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി വന്നിരിക്കുന്നത്. എനിക്കെപ്പോഴും അറിയാം ഈ സർക്കാരിന് ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ സത്യസന്ധമായ കാര്യമാണ്, നിയമപരമായ കാര്യമാണ്. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ സർക്കാർ ആയതുകൊണ്ട് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു എന്ന് കോടതി പറയാൻ പറ്റൂ? അത് പറ്റില്ല. കാര്യകാരണ സഹിതമല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ ഈ ഹർജിക്കാരൻ പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളിത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തയ്യാറെന്ന് സർക്കാർ സത്യവാങ്മൂലം കൊടുത്തു. അപ്പോൾ ഉടനെ മാധ്യമങ്ങൾ ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ വാർത്തകളെല്ലാം വന്നത് ഈ 2 പേരെ അപ്പോയിന്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള മട്ടിലാണ്. പക്ഷെ അതല്ല, ഇത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2 പേരെ അപ്പോയിന്റ് ചെയ്യാനും പറ്റൂല. ഞാൻ നേരത്തെ പറഞ്ഞ കാരണം മനസ്സിലായി. കോടതിക്ക് ഡയറക്ഷൻ കൊടുക്കാനും പറ്റൂല. കാരണം ഒരു വേക്കൻസി, ഒരു സീറ്റേ ഉള്ളൂ. 2 പേരെ എങ്ങനെ അത്രയും ഡീപ്പായിട്ട് പഠിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയാം. പെട്ടെന്ന് പ്രേമാഭിഷി ആരെയും ശ്രദ്ധയിൽ വരാത്ത കാര്യങ്ങളാണ്. ഉടനെ മാധ്യമങ്ങളും ഷോൺ ജോർജും എൻ്റെ ഹർജിയുടെ പുറത്ത് വിധി വന്നിരിക്കുന്നു. ഞാൻ സുപ്രീം കോടതി വിധി ഉള്ളപ്പോൾ ഷോൺ ജോർജിൻ്റെ ഹർജിയുടെ പുറത്ത് വിധി വരുമോ? എനിക്ക് ഫയൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഷോൺ ജോർജിൻ്റെ ഹർജി അത്രയും അടിപൊളിയാണ്, ഞാൻ അതിൽ ശ്രമിച്ചതാണ്, പക്ഷേ അത് നടന്നില്ല. ഈ വിധി അവിടെ ഒരു വിട്ടുപോകലുണ്ടായി. അപ്പോൾ ഞാൻ ഷോണിനോടും പറഞ്ഞു, സാറ് അഡീഷണൽ ആയിട്ട് കയറി. സ്വാഭാവികമായിട്ടും ഞാൻ ഷോണിനോട് പറഞ്ഞിട്ട് എനിക്ക് ഇതിൻ്റെ മേലേൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നീയാണ് ഒരു പൊളിറ്റീഷ്യൻ, നിനക്ക് നല്ല യങ് ഏജാണ്, ഭാവിയുള്ളൊരു പയ്യനാണ്. അതുകൊണ്ട് നീ എന്നെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ എൻ്റെ മാക്സിമം എഫേർട്സ് നിനക്ക് തരാൻ തയ്യാറായിരുന്നു. കാരണം എനിക്കെന്ത് തോന്നുന്നു, ഞാൻ ഇലക്ഷൻ മത്സരിക്കാൻ പോകും. ഒന്നുമില്ല, ഇതെൻ്റെ ഒരു ടൈം പാസ്സാണ്. എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് ഏതെങ്കിലും ഭാഗങ്ങളെയൊക്കെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇപ്പോൾ എന്ത് പറ്റി? ഇവരിപ്പോൾ സുപ്രീം കോടതിയിൽ പോയല്ലോ. ഷോൺ ജോർജിൻ്റെ ഹർജി അടിപൊളി ഹർജിയാണെങ്കിൽ അവരതിനെ ചലഞ്ച് ചെയ്യും. ഈ 4 ഹർജിക്കാരിൽ ഷോൺ ജോർജിനെ മാത്രം കോളറിലെടുത്താണ് ഇപ്പം വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ പോയത്. ബാക്കി 3 പേരെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. അതായത് ഷോൺ ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഹർജി കൊടുത്തു, സമാന രൂപത്തിലുള്ള 3 ഹർജിയും കൂടെ ഉണ്ടായിരുന്നു. അതായത് ഷോൺ ജോർജിന്റെ പെറ്റീഷന് നമ്മൾ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് ഉപോത്ബലകമല്ല, അവർ പറഞ്ഞൊക്കെ ഇരിക്കുക, അതിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ഞങ്ങൾ ഹർജി ഫയൽ ചെയ്തതിലാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ വിഷമിക്കട്ടെ, 4 ഒന്ന് തന്നെ എന്നുള്ളൊരു ധാരണയിൽ. എന്തുകൊണ്ട് അവർ എൻ്റെ പെറ്റീഷൻ ചലഞ്ച് ചെയ്തില്ല?
അത് ചലഞ്ച് ചെയ്ത പ്രശ്നമാവും. അത് മനസ്സിലായില്ല. അപ്പൊ ഏത് ഹർജിയുടെ പുറത്താണ് ഈ ഇന്റർവ്യൂ ഓർഡർ വന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കാരണം ഒരു നിയമവിരുദ്ധമായ കാര്യം നടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ബോർഡിന് കാരണം ബോർഡിന് രക്ഷപ്പെടണമെങ്കിൽ ഷോൺ ജോർജിന്റെ ഹർജി കയറി പിടിച്ചാലേ പറ്റും. ബട്ട് പണ്ട് ഏതോ ശിവലിംഗത്തിലാണ്ട് ആരെ കെട്ടിപ്പിടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി കഥയുണ്ടല്ലേ, മാർക്കണ്ടേയ. അതുപോലെ ഇപ്പൊ വഖഫ് ബോർഡ് ഷോൺ ജോർജിന്റെ ഹർജിയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് രക്ഷപ്പെടാൻ വേണ്ടി. കാരണം ഇതിൽ പിടിച്ചാലേ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിൽ സുപ്രീം കോടതി അത് വച്ചുകൊണ്ട് സാർ ഒരു വലിയ വഞ്ചനയും ചതിയുമാണ് അതിനകത്ത്. അപ്പൊ ശരിക്കും ഈ ഷോണിനെ മറയാക്കി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് ഇവര് വഖഫ് ബോർഡ് ചെയ്യുന്നത്. അപ്പൊ അത് സത്യത്തിൽ ഷോണിന്റെ രാഷ്ട്രീയ ജീവിതത്തിനും ഭാവിക്കും ഒക്കെ അതാണ് ഇപ്പോഴേ പറയുന്നത്. ഈ ഹൈക്കോടതി വിധി ഇന്റർവ്യൂ ഓർഡർ സുപ്രീം കോടതി സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള കാരണം ഷോൺ ജോർജ് മാത്രമാണ്. കാരണം ഷോൺ ജോർജ് നേരെ കേസ് നടത്തുന്നുമില്ല, ബാക്കിയുള്ളൊരു കേസ് നടത്താൻ സമ്മതിക്കുന്നു. എനിക്ക് വിഷമമുണ്ട് പറയാൻ, മനസ്സിലായി. മനഃപൂർവ്വം അല്ലെന്നെങ്കിൽ വിവരമുള്ളവർ പറയണത് കേൾക്കണമെന്നേ. എന്തായാലും പി സി ജോർജിനെക്കാളും ഷോൺ ജോർജിനെക്കാളും പല കാര്യങ്ങളെ കുറിച്ചും വിവരം എനിക്കുണ്ട്, മനസ്സിലായില്ലേ. അവർക്ക് വേറെ കഴിവുകൾ കാണുമായിരിക്കും. ഇപ്പം പിന്നെ എന്താ മന്ത്രി നല്ല പുള്ളി പി സി ജോർജ് സാർ ഏതൊരു പൊസിഷൻ അതും അതിലൊക്കെ വിട്ടോ. നമ്മളെ ആഗ്രഹം എന്താണ്? എനിക്കും ഈ പണ്ട് ഞാൻ RSS OTC ഒക്കെ ചെയ്ത മനുഷ്യൻ, ഇപ്പോഴും RSSും BJP ഒക്കെ നല്ല രീതിക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ BJP കാരൻ അല്ലെങ്കിലും. അപ്പം നമ്മളെ സഹായം കൊണ്ട് പറയാൻ നടക്കുമ്പോൾ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. സാർ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഷോണിന്റെ ഹർജി എടുത്തിരിക്കുന്ന കോടതി ഇവര് ഷോണിന്റെ ഹർജിക്കെതിരെയാണല്ലോ പോയിരിക്കുന്നത്. ഷോൺ മാത്രമാണ് എതിർകക്ഷി. സ്റ്റാലിൻ ദേവനും മറ്റേ ആക്ട് സംഘടന ഹുസൈനും അല്ല സാർ. അങ്ങനെയാണെങ്കിൽ ഈ നാലാമത്തെ പരാതിക്കാരൻ എന്നുള്ള നിലയ്ക്ക് സാറിന് ഇതിനകത്ത് ഒരു തടസ്സ ഹർജിയുമായി ഞാൻ തടസ്സ ഹർജി കൊടുത്തു. അവിടെ വരുന്ന കാര്യം എന്താണ്? അപ്പോൾ അതായത് സാർ ഷോണിന്റെ ഹർജിയെ മാത്രം എതിർത്തുകൊണ്ട് ഇവര് നടത്തിയിരിക്കുന്ന സമീപനം കോടതിയുടെ അടുത്ത് ചെന്നിരിക്കുന്നത് എന്തായാലും എളുപ്പത്തിൽ അങ്ങനെ വിധി സമ്പാദിച്ചു പോകാൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവര് ഒരു എക്സിബിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഷോൺ ജോർജിന്റെ ഹർജിയാണ്. അവിടെ സുപ്രീം കോടതിയിൽ ഷോൺ ജോർജിന്റെ ഹർജി കണ്ടാലും എന്ന് പറഞ്ഞ് എക്സിബിറ്റ് ആക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പെറ്റീഷൻ കൊടുത്ത് അഡ്മിഷൻ വരുമ്പം ആ കേസിലെ വാദികളുടെ റെക്കോർഡ്സും രേഖകളും മാത്രമേ കോടതിയുടെ ഫ്രണ്ടിലുള്ളൂ. നമ്മൾ കാവിയേറ്റ് മാത്രം ഇട്ടിരിക്കുന്നു. നമ്മളവിടെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും എടുത്ത് കാണിക്കാനും പറ്റില്ല, ദീർഘമായൊരു വാദം നടത്താനും പറ്റൂല. അതാണ് അഡ്മിഷൻ സ്റ്റേയിൽ വരുന്ന പ്രശ്നം. കാവിയേറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അപ്പോൾ ഓൾറെഡി നമുക്ക് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയാൻ മാത്രമേ സാധിക്കൂ. അപ്പം സ്വാഭാവികമായിട്ടും ജഡ്ജിമാർ കൺഫ്യൂസ്ഡ് ആവും. എന്താണ് ചെയ്യാത്തത്? എന്തായാലും കാര്യം ചെയ്യും, അതിനെ സ്റ്റേ ചെയ്തേക്കാം, ഇഷ്യൂ നോട്ടീസ്, വിശദമായിട്ട് വാദം കേൾക്കാം. കോടതിയും കുറ്റം പറയാൻ പറ്റൂ? ഇല്ല, അത് ന്യായമാണ്. കാരണം അവർക്ക് അങ്ങനെ തീരുമാനിക്കാം. അവരുടെ മുമ്പിൽ എല്ലാ കാര്യവും വന്നിട്ടില്ല. ഷോൺ ജോർജിന്റെ വക്കീലിന് ഷോൺ ജോർജിന്റെ ഹർജിയുടെ പുറത്ത് മാത്രമല്ലേ വാദിക്കാൻ പറ്റുള്ളൂ. സമാന നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നു? അത് രണ്ടുപേര് നോമിനേറ്റ് അതായിരുന്നല്ലോ മദ്രാസ് ഹൈക്കോടതിയിലെ പ്രശ്നം. ഒരു കാര്യം ചെയ്യൂ, രണ്ടുപേരുടെ പേര് തരൂ, നമുക്ക് അതുവരെ ഈ വിധി അല്ല ഈ പ്രശ്നം തീരും. എങ്കിൽ എൻ്റെ രണ്ടുപേരെ പേര് കൊടുത്താൽ എൻ്റെ പരിഹാരം കിട്ടത്തില്ലല്ലോ. ഇല്ല, യഥാർത്ഥത്തിൽ വഖഫ് ബോർഡ് ചെയ്തിരുന്ന ഈ 4 കക്ഷികളെ എതിർകക്ഷികളാക്കി അവിടെ അതാണ് മര്യാദ. അതവർ ചെയ്തില്ല. അത് കാരണം അവർക്ക് രക്ഷപ്പെടണം, തന്ത്രപൂർവ്വം. അപ്പോൾ രക്ഷപ്പെടണമെങ്കിലുള്ള പിടിവള്ളി എന്ന് പറയുന്നത് ഷോൺ ജോർജാണ്, സ്റ്റാലിൻ ദേവനല്ല. അല്ല സാർ, ഇനി ഈ കേസിൽ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ള? ഇതാണ് നമുക്കിപ്പോൾ ഒരു പിന്നെ അല്ല, കോടതി ഇപ്പം ഈ പറഞ്ഞതുപോലെ അങ്ങൊരു തടസ്സ ഹർജി കൊടുത്തിട്ടുണ്ട്. ആ തടസ്സ ഹർജി ഇതിനോട് ചേർത്ത് വായിക്കും. അവിടെ പോയിട്ട് വേറൊന്നുമല്ല, ഇതൊരു കോമൺ ഉത്തരവാണ്. 4 ഹർജികളെ ഒരുമിച്ച് ഇതാണ്. ഇവർ പറയും പോലെ 4 സമാന സ്വഭാവത്തിലുള്ള ഹർജികളല്ലായിരുന്നു. പലതും ഡിഫറൻറ്റും ആയിട്ടുള്ള ആവശ്യങ്ങളും കാര്യങ്ങളും തെളിവുകളുമാണ് അതിൽ വച്ചിരിക്കുന്നത്. ഇത് ഈ നേരത്തെ സുപ്രീം കോടതിയുടെ മദ്രാസ് ഹൈക്കോടതിയെ വിധിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വിധിയെ മുതലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷോൺ ജോർജിന്റെ ഹർജി മാത്രം ഇവിടെ വന്നിരിക്കുന്നത്. അതിനെ ഇവര് അതുകൊണ്ട് ഈ ബാക്കി 3 പേരെ കൂടെ എതിർകക്ഷി ആക്കിക്കൊണ്ടാണ് ഇവർ ഹർജി ഫയൽ ചെയ്യേണ്ടിയിരുന്നത്. ഇത് വളഞ്ഞ വഴിയൊക്കെ വന്നിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറ്റിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു ആവശ്യം ഞങ്ങളെ കേട്ടില്ലെന്നാണ്. സീനിയർ അഡ്വക്കേറ്റ് കൃഷ്ണൻ സാറായിരുന്നു, അദ്ദേഹം പറഞ്ഞ് ഒരു ഖണ്ഡികയുള്ള ഒരു അഫിഡവിറ്റാണ് ഫയൽ ചെയ്തത്. നിങ്ങൾ അഫിഡവിറ്റ് 5-6 ഒരു കുഞ്ഞു ഖണ്ഡിക അദ്ദേഹം അവിടെ പറഞ്ഞതാണ്. എനിക്കിത് വായിച്ച് പഠിക്കാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യം. ജഡ്ജിമാർ കളിയാക്കണമെന്ന് വലിയ ഒരു ഖണ്ഡിക വായിക്കാൻ, അത് ചെറിയ ഖണ്ഡിക, ഒരു 15-12 വരികളേ ഉള്ളൂ. അത് വായിച്ചു പഠിക്കാൻ അദ്ദേഹത്തിന് ഒരാഴ്ച വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ ഏതെങ്കിലും ജഡ്ജിമാർ ശരിക്കല്ലേ ഉള്ളൂ, കണക്കിലെടുക്കും. തീർച്ചയായിട്ടും 10 മിനിറ്റ്. അവിടെ എന്താണ് ഞങ്ങളുടെ ആവശ്യം
പരിഗണിച്ചില്ല. ഞങ്ങൾക്ക് ഈ ഒരു ഖണ്ഡിക വായിക്കാനുള്ള ഒരാഴ്ചത്തെ സമയം ചോദിച്ചു തന്നില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, റിമാൻഡ് ചെയ്യട്ടെ, ഹൈക്കോടതി ഒന്നും കൂടെ അവരുടെ വാദം കേൾക്കട്ടെ, അവർക്ക് എന്താണ് പറയാൻ. അപ്പം പല മാർഗങ്ങളുണ്ട്. അപ്പോൾ കോടതിയിൽ ഈ കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം. അവിടെ നിന്ന് കോടതിക്ക് എന്ത് വിധിയും ഈ കാര്യത്തിൽ കൊടുക്കാം. ആർട്ടിക്കിൾ 142 അവർക്ക് എന്തും വിധിക്കാം സുപ്രീം കോടതി. എന്താണ് പ്രസിഡന്റിന് 3 മാസത്തിന് ഒപ്പിടണമെന്ന് പറഞ്ഞില്ലേ നേരത്തെ, ഗവർണറുടെയും പറഞ്ഞില്ലേ, അത് ആർട്ടിക്കിൾ 142. അതുകൊണ്ട് സുപ്രീം കോടതിക്ക് എന്തും പറയാം. പക്ഷേ ഈ വസ്തുത വഖഫ് ബോർഡ് വളഞ്ഞ വഴിയിലുള്ള പ്രയോഗമാണ്, സുപ്രീം കോടതി പറ്റിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് സുപ്രീം കോടതി ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ എടുത്തിട്ട്. അപ്പോൾ ശരിക്കും ഷോൺ ജോർജിന്റെ ഹർജിയിൽ വാസ്തവത്തിൽ അവിടെ അവതരിപ്പിക്കേണ്ടത് ഇതാണ് എന്റെ, അതായത് സുപ്രീം കോടതിയെ വഞ്ചിക്കുകയാണ്, പറ്റിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ വിശദമായ വാദം കേട്ടതിന് ശേഷം മാത്രമേ. അല്ലല്ല, വാദം കേൾക്കേണ്ടത് നിലനിൽക്കാത്തതാണ്. കാരണം ബാക്കി 3 വരെ കക്ഷി ഒഴിവാക്കിയിട്ടില്ല. ഒരു മെയിൻ്റെനബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഈ ഹർജി തന്നെ തള്ളിക്കളയാമെന്ന് പറയണം, SLP തള്ളിക്കളയണം, പെർമിഷൻ കൊടുക്കരുത്. ഇത് ഷോണിന്റെ വക്കീൽ അവിടെ വാദിക്കേണ്ടതാണ്. ഇത് സത്യത്തിൽ ഒരു നിയമക്കുരുക്കാണ്. നമ്മള് സാധാരണക്കാർക്ക് ഇപ്പൊ സുപ്രീം കോടതിയിൽ ഷോണിന്റെ വക്കീൽ പറയേണ്ടത് ഈ ഷോൺ ജോർജ് മാത്രമല്ല, സ്റ്റാലിൻ യഥാർത്ഥം ഈ സ്റ്റാലിൻ ദേവന്റെ ഹർജിയുടെ പുറത്താണ് ഈ വിധി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ഹർജിയുടെ പുറത്തല്ല. ഞങ്ങളുടെ ആവശ്യം നോമിനേഷൻ മാത്രമായിരുന്നു, ഇൻകംപ്ലീറ്റ് ആണെന്നാണ് ഞങ്ങൾ. നിങ്ങൾ യഥാർത്ഥത്തിൽ ആ സ്റ്റാലിൻ ദേവനാണ് എതിർ കക്ഷി ആക്കേണ്ടത്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ എതിർ കക്ഷി ആക്കിയിട്ടില്ല. അതുകൊണ്ട് നിലനിൽക്കുന്നില്ല അല്ല എന്ന് പറയാനുള്ള ആർജവം ഷോൺ ജോർജിന്റെ വക്കീൽ സുപ്രീം കോടതി കാണിക്കണം. എങ്കിൽ തീർച്ചയാണെന്ന് തിരിച്ചടി ഉറപ്പാണ്. അല്ലാതെ ഷോൺ ജോർജിന്റെ ഹർജിയുടെ പുറത്ത് അവിടെ വാദിക്കാൻ പോയി കഴിഞ്ഞാൽ സുപ്രീം കോടതി പറയും ശരിയല്ല, രണ്ടുപേരെ നോമിനേറ്റ്. മദ്രാസ് ഹൈക്കോടതിയുടെ വിധിക്ക് കൊടുത്ത മറുപടി ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ സുപ്രീം കോടതിയിൽ നടക്കുന്ന അഡ്മിഷൻ സമയത്തൊന്നും ആര് കേസൊന്നും പഠിച്ചുകൊണ്ട് കാവിറ്റ് കൊടുത്താലും ഈ ഒത്തിരുന്ന് പഠിച്ചുകൊണ്ട് അതിന്റെ ആവശ്യമില്ലല്ലോ. 2-3 സെന്റൻസ് ഒരു ഓറലി പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിനെ ഈ ഹർജിക്കാർക്ക് എക്സ്പ്ലോർട്ട് ചെയ്യാൻ പറ്റും. കാരണം ഹർജിക്കാരുടെ വക്കീലിനറിയാം, അവിടുത്തെ സുപ്രീം കോടതിയിലെ വഖഫ് ബോർഡിന്റെ വക്കീലിനറിയാം, ഞങ്ങൾ ഈ കേസ് പഠിച്ച് നമ്മൾ തയ്യാറാക്കുമ്പോഴേ കേസ് പഠിക്കണമല്ലോ. യവന്മാർ ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ ഒന്നിരിക്കണമെന്ന് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരു കാവിയേറ്റൊക്കെ ഫയൽ ചെയ്ത് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഈ പറയുന്ന ഒരു നമ്മൾ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു പൊസിഷനില്ല. പഠിച്ച കക്ഷികളും പഠിക്കാത്ത കക്ഷികളും തമ്മിലുള്ള വ്യത്യാസം. ഇനിയിപ്പോൾ ഞാൻ സുപ്രീം കോടതി എനിക്ക് പറയാൻ അനുഭവിച്ചാൽ എനിക്ക് ഇവിടെ ഇരുന്ന് ഇൻ്റർവ്യൂ തരുന്നതൊക്കെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയാൻ അവിടെ അവതരിപ്പിക്കാം. അതുപോലെ കാവിയേറ്റ് ഫയൽ ചെയ്തതിൻ്റെ ഒരു വക്കീൽ വന്നിട്ട് അതുപോലെ അത് പ്രസൻറ്റ് ചെയ്യണമെന്നില്ല. എന്തായാലും ഷോൺ ജോർജിനെ രക്ഷപ്പെടണമെങ്കിൽ ഷോൺ ജോർജ് എൻ്റെ ഹർജിക്കാർ സുപ്രീം കോടതി പിടിക്കണം. എന്തായാലും സാർ വരട്ടെ, നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ സംവാദങ്ങൾ ഇനി നടക്കട്ടെ. നമ്മുടെ ആവശ്യം ന്യായം നടക്കുക. എൻ്റെ ആവശ്യത്തിലേ ഉള്ളൂ. പിന്നെ വഖഫ് ഉമീദ് ആക്ടിലെ സെക്ഷൻ 14 പറയും പ്രകാരമുള്ള ഒരു വഖഫ് ഒരു ബോർഡ് ഷൂട്ട് ചെയ്യണം. അല്ലാതെ എനിക്ക് ഇതിൽ വേറെ ഒരു ഇൻട്രസ്റ്റും ഇല്ല. സാർ എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമല്ലാത്തൊരു വിധി ഉണ്ടായാൽ പോലും സാർ ഈ നിയമ പോരാട്ടം അവസാനിപ്പിക്കില്ല എന്നുള്ളത്. ഇത് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതിയിലെ പ്രശ്നം സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അനന്തമാറ്റം കിടക്കും, നീളും. മനസ്സിലായി? അതൊക്കെയാണ് അതിലുള്ള പ്രശ്നങ്ങൾ. ഇതിപ്പോൾ എന്നെ സംബന്ധിച്ചോളം എന്താ, തോറ്റാൽ എന്താ, ജയിച്ചാൽ എന്താ, ഷോൺ ജോർജിന് ബെനിഫിറ്റ് ഉണ്ട്, മൈലേജ് കിട്ടും, പുള്ളി രാഷ്ട്രീയം നേതാവാണ്. എനിക്ക് ഈ കേസ് പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്, തോറ്റാലും കുഴപ്പമില്ല ജയിച്ചാലും കുഴപ്പമില്ല. എന്നാലും ഈ ഷോൺ ജോർജ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് വിളിച്ചാടില്ല. ഇതിനേക്കാളും സാറിന് ചിലവേ ഇല്ലാതിരുന്നതിനെ ഷോൺ ജോർജ് ശക്തമായിട്ട് ഈ സമൂഹത്തിൽ നിൽക്കുകയും ചെയ്തേ. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ ഈ വിവരമില്ലാതെ ഇങ്ങനെ കാണിച്ചു കൂട്ടി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? എന്തായാലും സാർ വരട്ടെ, നമുക്ക് ഈ നിയമപ്രശ്നങ്ങളാണ് ഇതെല്ലാം. ഇത് പെട്ടെന്ന് ആർക്ക് ദഹിക്കില്ല. അതെ, പെട്ടെന്ന് നല്ല രസമാണ്, താല്പര്യമുള്ളവർ. അതെ അതെ. എന്തായാലും നമുക്ക് നമ്മുടെ ആവശ്യം ന്യായം നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ ശരിയായി ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതിക്ക് അനുസൃതമായ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഇതിൽ ചെയർമാൻ ഉണ്ടല്ലോ, ചെയർമാൻ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് പറയാൻ എന്താണെന്നറിയാം. ഉമീദ് ആക്ടിലെ സെക്ഷൻ 14 പ്രകാരം ഈ വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല, എതിർപ്പില്ല. 2 നോൺ മുസ്ലിംസിനെ അപ്പോയിന്റ് ചെയ്യാം. പക്ഷേ ചെയ്യേണ്ട സർക്കാരാണ്. അത് ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സർക്കാർ ചെയ്യാത്തതുകൊണ്ടാണ് അവരെ കൊണ്ടുവരാത്തത്. എന്നിട്ട് അതേ ഹംസ വെളിയിറങ്ങി എന്താ പറയണത്? BJPയും UDFും കൂടെ ഒത്തുകളിക്കുന്നത്. ഈ ഹംസയും സതീശൻ കൊടുത്ത അഫിഡവിറ്റ് പോലത്തെ സാധനമാണ് സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്ക് തർക്കമില്ലെന്ന്. അത്രയല്ലേ സർക്കാരും പറഞ്ഞോളൂ, ഞങ്ങൾക്കും തർക്കമില്ലെന്ന് അഫിഡവിറ്റ് കൊടുത്തു. ഇതാണ് രാഷ്ട്രീയം. ചുരുക്കി പറഞ്ഞാൽ ഇരുതല മൂർച്ചയുള്ള വാളാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, സുപ്രീം കോടതിയിൽ നിന്ന് വിധി വരട്ടെ. അങ്ങ് പറഞ്ഞതുപോലെ കുറച്ച് സെൻസിബിളായിട്ട് ഈ കാര്യം അവതരിപ്പിക്കുകയും
അനുകൂലമായൊരു വിധി ഷോണിന്റെ അഡ്വക്കേറ്റ് നേടിയെടുക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് എനിക്കിപ്പോൾ അതേ ഷോണിന് ആഗ്രഹം അനുഗ്രഹം കൊടുക്കാൻ എനിക്കും പറ്റുന്നുള്ളൂ. അതെ, എനിക്ക് അവിടെ സ്ട്രോങ് ആയിട്ട് പോയി നിൽക്കാനുള്ള ചാൻസ് വഖഫ് ബോർഡ് തന്നിട്ടില്ല. അപ്പോൾ വഖഫ് ബോർഡ് അതിൻ്റെ അകത്തൊരു വലിയ ചതി കാണിച്ചു. അവര് ബുദ്ധിമാരുടെ വക്കീലന്മാരുടെ ഡ്യൂട്ടി. അതെ, അവരെ ക്ലൈന്റിനെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഏത് കോതന്ത്രവും കാണിക്കുക എന്നുള്ളതാണ് വക്കീലന്മാർ ചെയ്യുന്നത്. അതവർ ചെയ്യുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട്, ഷോണിനെ പോലെയല്ല. അപ്പം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ കാത്തിരിക്കാം. സുപ്രീം കോടതിയിൽ നിന്ന് എന്ത് വിധിയാണ് വരുന്നത് എന്ന് നോക്കാം. എന്തായാലും സാർ, ഇത്തരം നിയമവിഷയങ്ങളുമായിട്ട് ഇങ്ങനൊരു വിധി വന്നപ്പോൾ ഇത്തരത്തിൽ അങ്ങും ഇതിനകത്ത് ഭാഗവാക്കാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് എന്നെ പക്ഷെ ആരും കേട്ടതുമില്ല, ചർച്ചയ്ക്ക് വിളിച്ചത്. അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് ഇത്രയും ഇത് സംബന്ധിച്ച് ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നതിൽ, അങ്ങ് പറഞ്ഞതിൽ, അത് പ്രേക്ഷക സമൂഹത്തിന് വലിയ ഞാൻ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അത് പിന്നെ മനസ്സിലാക്കാൻ കഴിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. നമുക്ക് വീണ്ടും ഈ വിഷയമായിട്ട് തന്നെ വീണ്ടും നമുക്ക് സുപ്രീം കോടതി മിക്കവാറും നാളെ കേൾക്കും. അതെ, നാളെ അടുത്ത വാർത്ത വരും. അതെ, നമുക്കപ്പോ നാളെ അവിടെ തോക്കുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റും ഷോൺ എടുത്തോളൂ. തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ ആഗ്രഹം ഷോൺ തോക്കാതിരിക്കട്ടെ. ഈ കേസ് ഒരിക്കലും തോക്കൂല. അത് അതിന്റെ രീതിക്ക് നടത്തിയാൽ മാത്രം മതി. കാരണം നമ്മൾ ഇല്ലീഗലായിട്ടുള്ള ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഇതാണ് നിയമം, ഇതാണ് കാര്യം. തീർച്ചയായിട്ടും സാർ, നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.